നമുക്കിന്ന് തന്തൂരി ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് ഞാൻ ചിക്കൻ പീസൊക്കെ വരഞ്ഞു വെച്ചിട്ടുണ്ട്. മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് വരാൻ വേണ്ടി ഇങ്ങനെ ചെയ്ത് വെച്ചതാണ്. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഗരം മസാല പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, തൈര്. ഇനി നമുക്കൊരു പാത്രത്തിൽ അല്പം നെയ്യ് ഒഴിച്ച് നന്നായി ചൂടായി വരുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ എടുത്ത് നമുക്ക് നമ്മൾ ഈ ചിക്കൻ പീസിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് വരണം. നന്നായിട്ട് മസാല ഒക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 3 മണിക്കൂർ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. അതിനുശേഷം എടുത്തിട്ടുള്ളതാണിത്. ഇതിലേക്ക് അല്പം കൂടെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്രൈ പാനിൽ ഇത് പൊരിച്ചെടുക്കണം. എണ്ണയിൽ മുങ്ങി പൊരിയേണ്ടതില്ല. ചെറിയ തീയിൽ എണ്ണ കുറച്ച് മാത്രം ഉപയോഗിച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കണം. നമുക്ക് ഓരോ സൈഡും ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം. നന്നായിട്ട് ഈ കളറ് മാറി നന്നായിട്ട് പൊരിഞ്ഞു വരണം. ചിരട്ടയുടെ ചെറിയ കഷ്ണമാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അത് നന്നായിട്ട് കത്തിക്കുക. എന്നിട്ട് അതിൻ്റെ കനലെടുത്തിട്ട് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുക, ഞാൻ ചെയ്യുന്നത് പോലെ. അതിന് ശേഷം അതിൽ സാദാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആ ഒരു പുക വരും. ആ പുകയിൽ മൂടി വയ്ക്കാം. ആ ഒരു സ്മെല്ലൊക്കെ ആ ചിക്കനിലേക്ക് നന്നായി പടരാനാണ്. ഒക്കെ നന്നായിട്ട് പിടിച്ചു വരും. അതിനുശേഷം നമുക്ക് ഉപയോഗിക്കാം. അപ്പം നമ്മുടെ തന്തൂരി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.